Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 4th മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. കാനീസ് മെത്തേഡ് ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. ഓൾറെഡി കാനീസ് മെത്തേഡിന്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാനീസ് മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ഫിക്സ്ഡ് ബീം എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ്. സോ അനാലിസിസ് പ്രൊസീജിയർ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഓരോ ലോഡ് കേസിനും കറസ്പോണ്ടിങ് ആയി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ റൊട്ടേഷൻ ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പ് draw rotation contribution table and find the near end moments. Rotation contribution table വരച്ച് rotation possible ആയിട്ടുള്ള jointsൽ meet ചെയ്യുന്ന മെമ്പേഴ്സിന്റെ near end moments calculate ചെയ്യുക. Then last step is to find the final moments. Final moments calculate ചെയ്യുക and draw the bending moment diagram. So നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് കടക്കാം. Analyze the continuous beam shown in figure by Canis method. So നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടിന്യൂസ് ബീം തന്നിട്ടുണ്ട്, ഒരു ഫിക്സ്ഡ് ബീം ആണ്. കാനീസ് മെത്തേഡ് യൂസ് ചെയ്ത് ഈ ബീം അനലൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷനിലോട്ട് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാനീസ് മെത്തേഡിലെ അനാലിസിസ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. ഓരോ ലോഡ് കേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് എ ബി എന്ന സ്പാൻ കൺസിഡർ ചെയ്യാം. എ ബി സെൻട്രൽ പോയിന്റ് ലോഡ് ആണ് ക്യാരി ചെയ്യുന്നത്. സോ എം എഫ് എ ബി is minus WL by 8 and MF BA is WL by 8. So equational value substitute ചെയ്യുക, simplify ചെയ്യുക. Then BC എന്ന സ്പാനിൽ UDL ഉണ്ട്, eccentric point ലോഡും ക്യാരി ചെയ്യുന്നുണ്ട്. So MF BC is minus WAB square by L square minus WL square by 12. UDLനും eccentric point ലോഡിനും corresponding ആയിട്ടുള്ള fixed end momentsനെ add ചെയ്താൽ മതി. So equational value substitute ചെയ്യുക, simplify ചെയ്യുക. Similarly, MFCB is equal to WBA square by L square plus WL square by 12. Equational value substitute ചെയ്യുക, simplify ചെയ്യുക. Then CD എന്ന span consider ചെയ്യുക. CD central point load ആണ് carry ചെയ്യുന്നത്. So MFCD is minus WL by 8 and MFDC is WL by 8. Equations value substitute ചെയ്യുക, simplify ചെയ്യുക. Then second step is to find the rotation factor. Rotation factor calculate ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൊട്ടേഷൻ ഫാക്ടർ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഈ ബീം എടുക്കുകയാണെങ്കിൽ എ ഫിക്സ്ഡ് ആണ്, ഡി ഫിക്സ്ഡ് ആണ്. സോ ഫിക്സ്ഡ് ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പറിന്റെ റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Then joint B and C എടുക്കുക. Joint B and C hinged ആണ്, so rotation possible ആണ്. So joint B and C യിൽ meet ചെയ്യുന്ന മെമ്പേഴ്സിന്റെ rotation factor compute ചെയ്യണം by using the formula minus 1 by 2 K by sigma K. So rotation factor calculate ചെയ്യാനായിട്ട് draw a tabular column like this which includes joints, members, stiffness, sigma K and rotation factor. First rotation possible ആയിട്ടുള്ള joint B. Joint B യിൽ meet ചെയ്യുന്ന members BA and BC. BA and BC span consider ചെയ്യുമ്പോൾ both ends are fixed. So stiffness is 4 EI by L. Then sigma K calculate ചെയ്യുക and find rotation factor using formula minus 1 by 2 K by sigma K. Then rotation possible ആയിട്ടുള്ള joint C. Joint C യിൽ meet ചെയ്യുന്ന members CB and CD. CB and CD രണ്ട് endum fixed ആണ്. So stiffness will be 4 EI by L. Then sigma K calculate ചെയ്യുക, then find the rotation factor. Moment distribution method ൽ നമ്മൾ distribution factor calculate ചെയ്തതുപോലെ കാനീസ് മെത്തേഡിൽ നമ്മൾ rotation factor calculate ചെയ്യും. കാനീസ് മെത്തേഡിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് നമ്പർ 3, rotation contribution table. Draw the rotation contribution table and find the near end moments.
കാനീസ് മെത്തേഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും തെറ്റാൻ സാധ്യതയുള്ളതുമായ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 3. സോ ഇവിടെ നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ടേബിൾ വരച്ച് റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിൻസിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാം. ജോയിന്റ് എ ഫിക്സ്ഡ് ആണ്, സോ ഫിക്സ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. ജോയിന്റ് ബി റൊട്ടേഷൻ പോസിബിൾ ആണ്, റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ്സിൽ 2 റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കാം. ദെൻ ജോയിന്റ് സി റൊട്ടേഷൻ പോസിബിൾ ആണ്, റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിൽ അഗൈൻ 2 റെക്ടാങ്കുലർ ബോക്സസ് വരയ്ക്കാം. ദെൻ ജോയിന്റ് ഡി ഫിക്സ്ഡ് ആണ്, ഫിക്സ്ഡ് ആയി തന്നെ മാർക്ക് ചെയ്യുക. ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എടുത്തെഴുതാം. MFAB -10, MFBA 10, MFBC -58.33, MFCB 71.67, MFCD -20 and MFDC 20. Then rotation possible ആയിട്ടുള്ള ജോയിന്റിലെ നടുക്കുള്ള കുഞ്ഞു റെക്ടാങ്കുലർ ബോക്സിൽ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം എഴുതുക. ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BA and BC, MFBA plus MFBC, that is 10 minus 58.33 minus 48.33. അതുപോലെ സിയിൽ എന്ന ജോയിന്റിലെ കുഞ്ഞു റെക്ടാങ്കുലർ ബോക്സിനുള്ളിൽ എഴുതേണ്ടത് സി എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം, that is 71.67 minus 20 is equal to 51.67. Then BA യുടെ rotation factor minus 0.214, BC യുടെ rotation factor minus 0.286, then CB യുടെ rotation factor minus 0.286 and CD യുടെ rotation factor minus 0.214 എടുത്ത് എഴുതുക. Then നമ്മൾ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ജോയിന്റ്, ജോയിന്റ് ബി, ജോയിന്റ് ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BA and BC. സോ നമ്മൾ BAയുടെയും BCയുടെയും നിയർ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. M-BA and M-BC. Then next rotation possible ആയിട്ടുള്ള joint C, joint C യിൽ മീറ്റ് ചെയ്യുന്ന members CB and CD, CB യുടെ near end moment M-CB and CD യുടെ near end moment M-CD. So ഇത്രയും മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നിയർ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ആ പെർട്ടിക്കുലർ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം പ്ലസ് ആ പെർട്ടിക്കുലർ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫോറിൻ മൊമെന്റ്സിന്റെ സം. സോ നമുക്ക് ഫസ്റ്റ് സൈക്കിളിൽ M-BA കാൽക്കുലേറ്റ് ചെയ്യാണ്. M-BA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് BAയുടെ റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.214, BAയുടെ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു BA എന്ന മെമ്പർ B എന്ന ജോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം അല്ലേ മൈനസ് 48.33. സോ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം മൈനസ് 48.33. ഇനി സം ഓഫ് ഫാർ എൻഡ് മൊമെന്റ്സ്, B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫാർ എൻഡ് മൊമെന്റ് എന്തൊക്കെയാണ്? B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പർ BA and BC. BAയുടെ ഫാർ എൻഡ് മൊമെന്റ് ആണ് AB. സോ M-AB 0. ഇനി ഫാർ എൻഡ് മൊമെന്റ് അടുത്ത ഏതാ വരുന്നത്? B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന അടുത്ത മെമ്പർ BC ആണ്. BCയുടെ ഫാർ എൻഡ് CB. സോ അടുത്ത ഫാർ എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് M-CB ആണ്. ഫസ്റ്റ് സൈക്കിളിൽ M-AB and M-BC, sorry, M-AB and M-CB is 0. So sum of far end moments of members meeting at joint B is 0. So value substitute ചെയ്യാ, simplify ചെയ്യാ, നമുക്ക് M-BA 10.34 എന്ന് കിട്ടും. Then M-BC calculate ചെയ്യാം. M-BC calculate ചെയ്യാൻ BCയുടെ rotation factor into B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം മൈനസ് 48.33. ഇനി BCയിലെ ഫാർ എൻഡ് മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫാർ എൻഡ് മൊമെന്റ്സിന്റെ സം ആണ്. B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫാർ എൻഡ് മൊമെന്റ് ഏതൊക്കെയാണ്? M-AB and M-CB. ഇവിടെ M-AB യും M-CB യും 0 ഫസ്റ്റ് സൈക്കിളിൽ. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 0. Then find M-BC. So നമുക്ക് M-BC 13.82 എന്ന് കിട്ടും. Then M-CB കാൽക്കുലേറ്റ് ചെയ്യാം. CBയുടെ റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.286 ഇൻറ്റു C എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം 51.67 പ്ലസ് C എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫാർ എൻഡ് മൊമെന്റ്സിന്റെ സം ഏതൊക്കെയാ വരുന്നത്? C എന്ന ജോയിന്റിൽ CB വരുന്നുണ്ട്, CD വരുന്നുണ്ട്. CBയുടെ ഫാർ എൻഡ് BC. So far end moment is M-BC. Then CD യുടെ far end M-DC. M-DC 0 ആണ്. പക്ഷേ
BC already നമുക്ക് 13.82 എന്ന് കിട്ടിയില്ലേ? So 13.82 substitute ചെയ്യാം. So you will get m dash CB as minus 18.73. Then m dash CD calculate ചെയ്തേ. m dash CD എന്തായിരിക്കും? CD യുടെ rotation factor minus 0.214 into C എന്ന jointലെ fixed end momentsന്റെ sum 51.67 plus foreign moments ഏതാണ്? m dash BC ഉണ്ട്, m dash DC ഉണ്ട്. m dash DC 0 ആണ്, m dash BC already നമുക്ക് 13.82 എന്ന് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ m dash CD എന്ത് കിട്ടും? minus 14.01. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സൈക്കിളിലെ എല്ലാ നിയർ എൻഡ് മൊമെന്റ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് സൈക്കിൾ പോവാം. സെക്കൻഡ് സൈക്കിളിൽ എന്ത് തന്നെ ചെയ്യേണ്ടത്? ഓരോ നിയർ എൻഡ് മൊമെന്റ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം m dash AB. m dash AB വരുമ്പോൾ AB യുടെ റൊട്ടേഷൻ ഫാക്ടർ minus 0.214 into ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം minus 48.33 into പ്ലസ് foreign moment വരുമ്പോൾ ഏതൊക്കെയാണ്? m dash AB യും m dash CB. m dash AB 0 ആണ്. പക്ഷേ m dash CB നമുക്ക് ഫസ്റ്റ് സൈക്കിളിൽ minus 18.73 എന്ന വാല്യൂ കിട്ടിയില്ലേ? സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ m dash CB minus 18.73 foreign moments. Substitute ചെയ്യാം. We will get m dash BA as 14.35. Similarly, m dash BC calculate ചെയ്യാം. BC യുടെ rotation factor minus 0.286 into fixed end moments in the sum minus 48.33. ഇനി foreign moment എന്ന് പറയുമ്പോൾ m dash AB യും m dash CB. m dash AB 0 ആണ്. m dash CB യോ minus 18.73 substitute ചെയ്യാം. You will get m dash BC as 19.18. Then m dash CB calculate ചെയ്യാം. Rotation factor minus 0.286 into fixed end moments in the sum 51.67 plus C എന്ന jointലെ foreign moments ഏതൊക്കെയാണ്? m dash BC and m dash DC. m dash DC 0 ആണ്. m dash BC എന്താണ്? ഓൾറെഡി നമുക്ക് രണ്ടാമത്തെ സൈക്കിളിൽ കിട്ടിയിട്ടുണ്ട് 19.18. സോ ആ 19.18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You will get m dash CB as minus 20.26. Then m dash CD calculate ചെയ്യാം. Rotation factor minus 0.214 into fixed end moments in the sum 51.67 plus foreign moments ഏതാണ്? m dash BC and m dash DC. m dash BC 0 ആണ്. m dash BC നമുക്ക് ഓൾറെഡി 19.18 എന്ന് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാം. You will get m dash CD as minus 15.16. So cycle 2 complete ആയി. ഇനി cycle 2 complete ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിലോട്ട് പോവുക. ഏത് സൈക്കിൾ വരെ ചെയ്യണം എന്ന് വെച്ചാൽ adjacent ആയിട്ടുള്ള നിയർ എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ ഒരുപോലെ വരുന്നിടം വരെ നമ്മൾ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. Then cycle 3 പോവുക. m dash AB again calculate ചെയ്യുക. Rotation factor minus 0.214 into fixed end moments minus 48.33. Foreign moment ഏതാണ്? m dash AB and m dash CD. m dash AB and m dash CB. m dash AB 0 ആണ്. m dash CB എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? minus 20.26. So minus 20.26 substitute ചെയ്യാം. We'll get m dash BA. Then similarly m dash BC calculate ചെയ്യുക. Rotation factor minus 0.286 into fixed end moments in the sum minus 48.33. Foreign moment ആയിട്ട് m dash BC തൊട്ട് മുന്നത്തെ സൈക്കിളിൽ കിട്ടിയ m dash BC 20.26 substitute ചെയ്യാം. You will get m dash BC as 19.62. Then m dash CB rotation factor minus 0.286 into fixed end moments in the sum 51.67. Foreign moment വരുമ്പോൾ m dash BC m dash DC. m dash DC 0 ആണ്. m dash BC ആ സൈക്കിളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 19.62. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You will get m dash CB as minus 20.39. Similarly, m dash CD calculate ചെയ്യാം. Rotation factor into fixed end moments in the sum plus foreign moments in the sum. You will get m dash CD as minus 15.26. Cycle 3 complete ആയി. Then again എന്ത് ചെയ്യാം? അപ്പം cycle 2ഉം 3ഉം നോക്കുമ്പോൾ വാല്യൂസ് ഒരുപോലെ നമുക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? അടുത്ത സൈക്കിളിലോട്ട് പോവുക. സെയിം പ്രൊസീജിയർ m dash AB, m dash BC, m dash CB and m dash CD കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർത്ത് സൈക്കിൾ കംപ്ലീറ്റ് ആയപ്പോൾ തേർഡ് ആൻഡ് ഫോർത്ത് സൈക്കിൾ നോക്കിയേ.
ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നില്ലേ? തേർഡ് ആൻഡ് ഫോർത്ത് സൈക്കിൾ നമുക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നു. സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയർ. ഈ ഫൈനൽ കിട്ടിയ നിയർ എൻഡ് മൊമെന്റ്സിനെ ആക്ച്വൽ നിയർ എൻഡ് മൊമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ M-BA 14.7, M-BC 19.65, M-CB -20.4 and M-CD -15.26 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓരോ സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അഡ്ജസന്റ് ആയിട്ട് വരുന്ന സൈക്കിൾസിലെ നിയർ എൻഡ് മൊമെന്റ്സ് വാല്യൂ സെയിം ആകുന്നിടം വരെ ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിയർ എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിയർ എൻഡ് മൊമെന്റ് ഓരോ മെമ്പറിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു നമ്മൾ ഏത് മെമ്പറിന്റെ നിയർ എൻഡ് മൊമെന്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മെമ്പർ മീറ്റ് ചെയ്യുന്ന ജോയിന്റിൽ ഉള്ള മെമ്പേഴ്സിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ സം പ്ലസ് ആ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഫാർ എൻഡ് മൊമെന്റ്സിന്റെ സം. ഓക്കെ, സോ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നിയർ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then near end moments കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റ് കാൽക്കുലേഷൻ. ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ടാബുലാർ കോളം വരയ്ക്കുക. ഓരോ മെമ്പേഴ്സ് ആയിട്ട് എടുത്തെഴുതുക. ഓരോ മെമ്പേഴ്സിന്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എടുത്തെഴുതുക. നിയർ എൻഡ് മൊമെന്റ്സ് അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നിയർ എൻഡ് മൊമെന്റ്സ് നമ്മൾ BA, BC, CB, CD 4 മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ABയുടെയും BCയുടെയും നിയർ എൻഡ് മൊമെന്റ് 0. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റ്സ് എടുത്തെഴുതുക. Then far end moment. Far end moment എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ABയുടെ far end moment എന്ന് പറയുന്നത് BA ആണ്. അപ്പോൾ BAയുടെ moment 14.70 നമുക്ക് കിട്ടി. ABയുടെ far end moment എന്ന് പറയുന്നത് M-BA ആണ്. M-BA is 14.7. So ABയുടെ 14.7 എന്ന് എഴുതുക. Then BAയുടെ far end moment എന്ന് പറയുമ്പോൾ AB ആണ്. ABയിലെ near end moment 0. So BAയിലെ far end moment 0. Then BCയിലെ far end എന്ന് പറയുന്നത് CB ആണ്. So BCയിലെ far end moment is CBയിലെ near end moment -20.40. Then CBയിലെ far end moment എന്ന് പറയുന്നത് BCയിലെ moment ആണ്. That is 19.65. Then CDയുടെ far end എന്ന് പറയുന്നത് DC ആണ്. അപ്പോൾ DCയിലെ near end moment ആണ് CDയുടെ far end. So DCയുടെ near end moment 0. So CDയുടെ far end moment 0. ഇനി BCയുടെ far end moment CD ആണ്. CDയുടെ മൊമെന്റ് -15.26 അതായിരിക്കും DCയുടെ far end moment. സോ far end moment കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിയർ എൻഡ് മൊമെന്റിനെ ഓരോ മെമ്പേഴ്സിന്റെ നിയർ എൻഡ് മൊമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് പ്ലസ് 2 ഇൻറ്റു നിയർ എൻഡ് മൊമെന്റ് പ്ലസ് ഫാർ എൻഡ് മൊമെന്റ്. ഓക്കെ, അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെയും ഫാർ എൻഡ് മൊമെന്റിന്റെയും ട്വൈസ് നിയർ എൻഡ് മൊമെന്റിന്റെയും സമ്മാണ് ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാനീസ് മെത്തേഡിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺട്രിബ്യൂഷൻ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ടേബിൾ വരച്ച് നിയർ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദെൻ ഫൈനൽ മൊമെന്റ് കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കണം. അതായത് ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെയും ഫാർ എൻഡ് മൊമെന്റിന്റെയും ട്വൈസ് നിയർ എൻഡ് മൊമെന്റിന്റെയും സമ്മാണ്. ഓക്കെ, സോ ഫൈനൽ മൊമെന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് യു ക്യാൻ ഡ്രോ ദി bending moment diagram. Okay. So, Canis methodil fixed beam എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.